നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ചോദിക്കൂ പറയാം എന്ന സെഗ്മെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ നിർദ്ദേശങ്ങൾ വീഡിയോ ക്ലാസ്സായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല. ഇന്നും നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ് ചോദിക്കൂ പറയാം എന്നുള്ള സെഗ്മെന്റിൽ വന്നിരിക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചും അതേപോലെ തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ് എടുക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ചോദിക്കൂ പറയാം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ചോയ്സ് ആണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്നും ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതിന്റെ ക്ലാസ് നൽകുക എന്നതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകി വന്നിരുന്നതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ എടുക്കുന്ന ഈ ഒരു സെഷൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമാണ്. അപ്പോൾ എന്താണ് ഈ സംവിധാനം എന്ന് നമുക്കറിയാം. കാര്യം നമ്മൾ സർക്കാർ സർവീസിൽ പ്രവേശിക്കുവാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സർക്കാർ സർവീസിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ലോക്കൽ ബോഡീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അതുമല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലെയോ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അച്ചടക്ക നടപടികൾ, സ്ഥലം മാറ്റങ്ങൾ, അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാലറി, ഇൻക്രിമെന്റ്, പ്രൊമോഷൻ മുതലായ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടതാണ്. അവിടെ എവിടെയെങ്കിലും ഒരു തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ ഈ തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സമീപിച്ചു കൊണ്ടിരുന്നത് കോടതിയിലായിരുന്നു. ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും ഒക്കെ ആയിരുന്നു തൊഴിൽ തർക്ക പരിഹാരത്തിനായിട്ട് സമീപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ചെല്ലുന്ന കേസുകൾ എന്ന് പറയുന്നത് കോടതിയുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുവാൻ മാത്രമാണ് കാരണമാകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ആളുകളുടെ കേസുകളും കൂട്ടങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നതിനും വളരെ എളുപ്പത്തിൽ അവർക്ക് ന്യായം ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം, ഒരു സ്പീഡി ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം വേണമെന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വരാൻ കാരണമായത് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അത് ആമുഖം മുതൽ ഭരണഘടനയുടെ അങ്ങേ അറ്റം വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, സമൂലമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. കാര്യം മറ്റൊന്നുമല്ല, ഒരു പുതിയ ഭരണഘടന എഴുതുവാൻ വേണ്ടുന്ന സമയമെടുത്തു, സമ്പത്തെടുത്തു, പ്രയത്നമെടുത്തു. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ഏത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 നിലവിൽ വരാൻ കാരണമായ ഒരു സ്ഥാപനമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ 1976 സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടും മറ്റു കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടുവരികയാണ്, ഇവിടെ കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ നടന്നു. അതിനെ തുടർന്ന് പാർട്ട് 15 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 14 എന്ന് പറഞ്ഞ എ 15 വന്നത്, പാർട്ട് 14A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 14 നമുക്കറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പാർട്ട് 15 നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും ഒരു മധ്യഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്തു, പാർട്ട് 14A എന്ന പേരിൽ എന്ത് ചെയ്തു, ഈ സ്ഥാപനം ഇവിടെ നിലവിൽ വരികയാണ്. ഏത് സ്ഥാപനമാണ് നിലവിൽ വരുന്നത്? നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ നിലവിൽ വരികയാണ്. അങ്ങനെ ഇത് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്? രണ്ടേ ആർട്ടിക്കിൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ 2 ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ നമുക്കറിയാം. ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 323A 323B ആണ് 323A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും 324B എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളുകൾ എന്താണ്, അതിനെപ്പറ്റി പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളൊന്ന് അറിഞ്ഞേക്കുക. 323A പ്രതിപാദിക്കുന്നത് എന്താണ്? സർവീസ് മാറ്റേഴ്സിനെ കുറിച്ചാണ്. ആരുടെ സർവീസ് മാറ്റേഴ്സ്? സർവീസ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിൻ്റെതാണ്. അപ്പൊ കേന്ദ്ര സർവീസിലുള്ള, സംസ്ഥാന സർവീസിലുള്ള, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെന്റ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടു വരുന്ന നിയമനം, അച്ചടക്ക നടപടികള്, സ്ഥലം മാറ്റങ്ങള്, ശമ്പളം, അതേപോലെ അവരുടെ പ്രൊമോഷൻ മുതലായ കാര്യങ്ങളിലേക്ക് ഉടലെടുക്കുന്ന തർക്കങ്ങളൊക്കെ എളുപ്പത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പീഡി റീഡ്രസൽ വേണ്ടിയിട്ട്, അതായത് കോടതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ താമസിക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു സംവിധാനം. ആ സംവിധാനമാണ് നമ്മൾ ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് എന്നാണ് സ്ഥാപിതമായത്? നിയമം മൂലം സ്ഥാപിതമാകണമല്ലോ. അപ്പോൾ ഇത് ഭരണഘടനാപരമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് ആർട്ടിക്കിൾ 323A കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്നാണ് നിലവിൽ വന്നത്? ഇത് നിലവിൽ വന്നത് 1985-ലാണ്. 1985-ലാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ നിലവിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? ഇത് മെയിൻ ബെഞ്ച് അല്ലെങ്കിൽ മെയിൻ ബെഞ്ച് എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് എന്ന് പറയും, നമ്മൾ പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയും, അല്ലെ? അതെവിടെയാണ്? അത് ഡൽഹിയിലാണ്. അപ്പൊ ഡൽഹി കേന്ദ്രമായിട്ട് വന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെ, കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഓൾ ഇന്ത്യ സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നൊരു അതോറിറ്റിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ട് സംസ്ഥാനങ്ങളുടെ സേവനം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളിലേക്ക് വിടുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതായത് IAS ഉദ്യോഗസ്ഥന്മാര്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവര്, ഇന്ത്യൻ പോലീസ് സർവീസിലുള്ളവര്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലുള്ളവര്, ഇവരൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാര്. ഇവരെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പക്ഷേ നിയോഗിക്കപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വിടുന്ന ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് ഓരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം ഇതിന്റെ ബെഞ്ചുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. 17 ബെഞ്ചുകളാണ് മൊത്തമുള്ളത്. അതിൽ 15 ബെഞ്ചുകൾ എന്താണ്? അതാത് ഹൈക്കോടതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിക്ക് വെളിയിൽ 2 പ്രദേശങ്ങളിൽ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്ന് എവിടെയാണ്? ജയ്പൂർ, രാജസ്ഥാനിലെ ജയ്പൂരിലും, അതേപോലെ മറ്റൊന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലും. ഈ പറയുന്ന ഹൈക്കോടതിക്ക് വെളിയിലായിട്ട് 2 ബെഞ്ചുകൾ സെപ്പറേറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് അവന്റെ ആവലാതി കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കും. ആവലാതി എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പരാതിയാണ്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് അവന്റെ ആവലാതി നേരിട്ട് സമർപ്പിക്കുവാൻ സാധിക്കും. എവിടെയാണ്? ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കൊണ്ടുപോയി നേരിട്ട് കൊടുക്കാൻ സാധിക്കും. ആർക്കെല്ലാം കൊടുക്കാൻ സാധിക്കും? ഓൾ ഇന്ത്യ സർവീസിലുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുള്ള കുറച്ച് കേന്ദ്ര സർവീസിലുള്ള ആൾക്കാരുണ്ട്. അത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിലെ ജീവനക്കാരെ ഈ പറയുന്ന CAT-യിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ പാർലമെന്റിന്റെ ജീവനക്കാരുണ്ടല്ലോ, പാർലമെന്റ് സ്റ്റാഫ്, ആ പാർലമെന്റിലെ സ്റ്റാഫിനെ CAT-യിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രതിരോധ വിഭാഗമുണ്ടല്ലോ, ഡിഫൻസ്, ആ ഡിഫൻസിലുള്ള നമ്മുടെ സായുധ സേന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെയും നമ്മൾ എന്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരൊഴികെ ബാക്കിയുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ പരാതികൾ എന്ന് പറയുന്നത്, അല്ലെ? ഈ 1985-ൽ സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണല്, അപ്പൊ നമ്മൾ ഓർക്കുക, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൊണ്ടുവരുവാനായിട്ട് നിയമം തയ്യാറാക്കിയത് 1976-ലാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ നിയമം ഇവിടെ നടപ്പിൽ വരുമ്പോൾ ഇവിടുത്തെ പ്രധാനമന്ത്രി ആരാണ്? 1985-ൽ ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയുമാണ്. അങ്ങനെ 1985-ൽ വന്ന ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ 2006-ൽ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്യുകയുണ്ടായി, അല്ലെ? 2006-ൽ ഭേദഗതി ചെയ്യുകയുണ്ടായപ്പോൾ ആരാണ് ഭരിച്ചിരുന്നെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ് ഭരിച്ചിരുന്നതെങ്കിലും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് UPA, അതായത് UPA ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു UPA ഗവൺമെന്റ്, അല്ലെ, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന പേരായിരുന്നു അവരുടെ ആദ്യത്തേത്. പക്ഷെ ഇപ്പൊ അതിന്റെ പേര് മാറി ഇന്ത്യ മുന്നണി എന്ന പേരിലോട്ട് മാറ്റപ്പെടുകയാണ്. അന്ന് UPA-യുടെ അധ്യക്ഷയായിട്ടിരുന്നത് സോണിയ ഗാന്ധിയാണ്, അല്ലെ? ഒന്ന് ഓർത്ത് നോക്കുക, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, 3 പേരുടെ ആ ഒരു എന്താണ് ബുദ്ധി എന്ന് പറയുന്നത് ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ 2006-ലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിനെ എന്ത് ചെയ്തു? അമെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ അമെൻമെന്റ് വരുത്തിയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ മെമ്പർമാരുണ്ടല്ലോ, ആ മെമ്പർമാർക്ക് എന്ത് കൊടുത്തു? ഒരു ഹൈക്കോടതി ജഡ്ജിന് തത്തുല്യമായ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അപ്പൊ സ്റ്റാറ്റസ് ഓഫ് ആര്? നമ്മുടെ CAT ചെയർമാൻ, CAT വൈസ് ചെയർമാൻ, CAT മെമ്പേഴ്സ്, ഇവരെല്ലാവരും ആരാണ്? നമ്മളുടെ ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജിന് തത്തുല്യമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ചെയർമാന് പുറമെ 65 അംഗങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾക്ക് തോന്നും എന്തിനാണ് ഇത്രയും അംഗങ്ങൾ എന്ന് തോന്നുമല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കുക എത്രയാണ്? ഇതിന് 17 ബെഞ്ചുകളുണ്ട്. ഈ 17 ബെഞ്ചിലും കൂടി ഇരുത്താൻ ആള് വേണ്ടേ? അതാണ് കാര്യം, അല്ലെ? അപ്പൊ 17 ബെഞ്ചും നമ്മൾ ഓർത്തു. 15 ഹൈക്കോടതികളുമായിട്ട് ബന്ധപ്പെട്ടാണ്ടിരിക്കുന്ന 2 സെപ്പറേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? പിന്നെയോ ഇതിൽ നോക്കുക, ഈ പറയുന്ന 65 മെമ്പർമാരിൽ ഒരു ചെയർമാൻ ഉണ്ട്, അല്ലെ? ചെയർമാൻ പുറമെ 65 മെമ്പർമാരാണ്.
പിന്നെയോ 16 വൈസ് ചെയർമാൻമാരുണ്ട്. 16 വൈസ് ചെയർമാൻ, അതായത് 16 വൈസ് ചെയർമാൻ ഉള്ളൂ. 17 എണ്ണത്തിൽ ഒരിടത്ത് ചെയർമാൻ ഇരിക്കും, ബാക്കി 16 ഇടത്ത് 16 വൈസ് ചെയർമാൻമാർ പോയിരിക്കും അല്ലെ. പിന്നെയോ 49 അംഗങ്ങളുണ്ട് ഇവിടെ. അപ്പൊ 49 അംഗങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ല, 49 അംഗങ്ങളും ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 49 അംഗങ്ങളും ഉണ്ട്, ഈ പറയുന്ന 16 വൈസ് ചെയർമാൻമാരും ഉണ്ട്, ഒരു ചെയർമാനും ഉണ്ട്. ഇതിനെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് എന്ന് ഓർത്തുകൊള്ളുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം ഹൈക്കോടതിയിലെ ഒരു റിട്ടയർഡ് ജഡ്ജായിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു റിട്ടയർഡ് ജഡ്ജായിട്ട് വന്നിട്ടുള്ള ആളായിരിക്കാം ഈ പറയുന്ന നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ പദവിയിലൊക്കെ വന്ന് ഇരിക്കുന്ന ആള് അല്ലെ. പിന്നെയോ ഇവിടെ പ്രായപരിധിയുണ്ട്, നിയമന കാലവുമുണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ മെമ്പറായിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കുന്ന ഒരാൾക്ക് 5 വർഷ കാലാവധിയാണ് അനുവദിച്ചു കൊടുക്കുന്നത്. റീ അപ്പോയിന്റ്മെന്റ് ഒക്കെ അനുവദിച്ചു കൊടുക്കാറുമുണ്ട്. ഈ ചെയർമാൻ എന്ന് പറയുന്ന ആള് അല്ലെ, ചെയർമാൻ എന്ന് പറയുന്നയാൾക്ക് 65 വയസ്സുവരെ എന്ത് ചെയ്യാൻ പറ്റും, ആ പദവിയിൽ തുടരുവാനായിട്ട് സാധിക്കുന്നതാണ്. മെമ്പർമാരായിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലോ 62 വയസ്സുവരെ ആ ഒരു പദവിയിൽ തുടരുവാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഓർക്കുക, ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള ചെയർമാനെയും അംഗങ്ങളെയും എല്ലാം തിരഞ്ഞെടുക്കുന്നതിന് ആരുണ്ട്, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോട് കൂടിയിട്ട് സുപ്രീം കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജ് നയിക്കുന്ന ഒരു പാനലുണ്ട്. അവരാണ് ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇത് ജുഡീഷ്യൽ മാറ്റേഴ്സ് ആണല്ലോ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിയമപരിജ്ഞാനമുള്ള ആരെങ്കിലും ഒക്കെ വേണം ഈ ഒരു സമിതിയിൽ. അതുകൊണ്ട് നിയമപരിജ്ഞാനമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സമിതി ആയതുകൊണ്ട് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോട് കൂടിയിട്ട് സുപ്രീം കോടതിയിലെ ഒരു സീനിയർ ആയിട്ടുള്ള സിറ്റിംഗ് ജഡ്ജാണ് ഈ സെലക്ഷൻ പാനലിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഈ പാനല് നമ്മുടെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി കൊടുക്കും. ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റിന് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ആ ഒരു സെലക്ഷൻ പാനൽ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യും. ക്യാബിനറ്റ് ഇവരുടെ നിയമനത്തെ അംഗീകരിക്കും. അംഗീകരിച്ചിട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കും. രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, എന്നാൽ ശരി ഇവരെ നിയമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതി അനുമതി കൊടുക്കുന്നു. അങ്ങനെ രാഷ്ട്രപതി അനുമതി കൊടുത്തു കഴിയാൻ നേരത്തെ നമ്മുടെ പേഴ്സണൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ മിനിസ്ട്രി ഉണ്ടല്ലോ, അവര് രാഷ്ട്രപതിയുടെ ആ തീരുമാന പ്രകാരം ഇവരെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നു പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ പ്രസിഡന്റ് സ്വന്തം കൈയെഴുത്തിലല്ല ഇവരെ നിയമിക്കുന്നത്. പ്രസിഡന്റ് സ്വന്തം കൈയെഴുത്തിൽ നിയമിക്കുന്ന ആൾക്കാരുമുണ്ട്, പ്രസിഡന്റ് നിയമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ട് നിയമനം ലഭിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഒരു സെപ്പറേറ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്ത തന്നെ ആ ക്ലാസ് എടുത്ത് തരികയും ചെയ്യാം കേട്ടോ. പിന്നെയോ നമ്മൾ നോക്കുക, ഈ കോടതി അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ചെല്ലണമല്ലോ. അപ്പൊ പരാതിക്കാരൻ ഈ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ചുമ്മാ പരാതിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കില്ല. അതിനെന്തുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. എത്രയാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ ഫീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 രൂപയാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അല്ലെ. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഒരു ആവലാതിക്കാരൻ അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ ചെന്ന് കഴിയുമ്പോൾ അവന്റെ പരാതി എടുത്ത് ഒരു പഠിച്ച് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അത് തീർപ്പ് കൽപ്പിക്കും. തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് ആകും അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. ഇപ്പോൾ പരാതിക്കാരന് നെഗറ്റീവായിട്ടാണ് വിധി വരുന്നതെങ്കിൽ പരാതിക്കാരൻ എന്ത് ചെയ്യും, പരാതിക്കാരൻ അവന്റെ ന്യായമായ ആവശ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ഏതെങ്കിലും അപ്പീൽ സ്ഥാനമുണ്ടോ എന്ന് നോക്കും. നമ്മുടെ സർക്കാരിന് എതിരായിട്ടാണ് വിധി വരുന്നത് എന്നുണ്ടെങ്കിലോ സർക്കാരിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ അപ്പീൽ ഉണ്ടോ എന്ന് നോക്കും. നേരത്തെ ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അപ്പീലിനെതിരായിട്ട് പോകാൻ സാധിച്ചിരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് സുപ്രീം കോടതിയായിരുന്നു. അങ്ങനെ എല്ലാവരും എല്ലാ കേസിനും നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എന്തായി, സുപ്രീം കോടതിക്ക് പണി കൂടി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ആരും നേരിട്ട് ഇങ്ങോട്ടേക്ക് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരായിട്ടുള്ള ആ ഇണ്ടാസും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഹൈക്കോടതികൾ ഉണ്ടാകുമല്ലോ, അവിടെയാണ് ആദ്യം പോകേണ്ടത്. ആ ഹൈക്കോടതിയുടെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നില്ലെങ്കിൽ മാത്രം അവസാനത്തെ അപ്പീലായിട്ട് നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോന്നാൽ മതി എന്ന രീതിയിൽ എന്ത് ചെയ്തു, സുപ്രീം കോടതിയുടെ വിധി അങ്ങോട്ട് വിധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 1997 മുതലേ ഈ പറയുന്ന ഹൈക്കോടതികൾ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിക്ക് എതിരായിട്ടുള്ള അപ്പീലുകൾ പരിഗണിച്ചു തുടങ്ങുന്ന ഒരു കാലം കൂടിയുണ്ടായി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ അല്ലെ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, ഇത് നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കിയാൽ 9ഓളം സംസ്ഥാനങ്ങളിൽ, അതായത് നമുക്കിപ്പോൾ 28 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആണുള്ളത്. അതിൽ 9 സംസ്ഥാനങ്ങളിൽ എന്ത് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് സ്ഥാപിതമായിട്ടുണ്ട്. 9 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് സ്ഥാപിതമായിട്ടുണ്ട്. അത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, കേരളം, കർണാടക.
തമിഴ്നാട്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര ഇങ്ങനെ 9 സംസ്ഥാനങ്ങളിൽ 2016 വരെയുള്ള ഒരു കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള കണക്ക് എന്റെ കയ്യിലില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് നോക്കിയേക്കാം, മാറ്റം ചിലപ്പോൾ വന്ന് കാണാം. എന്നാൽ ഇതിനിടയിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പരാതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കത്ത് കൊടുത്ത ആൾക്കാരാണ് മധ്യപ്രദേശും ഹിമാചൽ പ്രദേശും തമിഴ്നാടും ഒക്കെയാണ് കത്ത് കൊടുത്തത്. അങ്ങനെ കത്ത് കൊടുത്തിട്ട് ഇവര് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇത് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നും പറഞ്ഞും കത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കുക. ഇവിടെ എന്താണ്, ഇവിടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സംസ്ഥാന സർവീസിലെ ജീവനക്കാരുടെ അവരുടെ സ്ഥലം മാറ്റം, അവരുടെ നിയമനം, അവർക്കെതിരായ അച്ചടക്ക നടപടികൾ, അവരുടെ പ്രൊമോഷൻ, അവരുടെ ഇൻക്രിമെന്റ് മുതലായ കാര്യങ്ങളെ കുറിച്ചൊക്കെ തർക്കം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഫോറം എന്ന നിലയിലാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനുണ്ട്, അംഗങ്ങളുമുണ്ട്. അവരെ നിയമിക്കുന്നത് ആര് തന്നെയാ, പ്രസിഡന്റ് തന്നെയാ നിയമിക്കുന്നത്. ആരോട് കൺസൾട്ട് ചെയ്തിട്ട്, ആ സംസ്ഥാനത്ത് ഗവർണറോട് കൺസൾട്ട് ചെയ്തിട്ട് പ്രസിഡന്റ് തന്നെയാണ് അവരെ നിയമിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഓർക്കുക, ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ KAT എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 2016 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് കേട്ടോ. 2016 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെയോ, ഒരു സംസ്ഥാനത്തിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ളതിന് വേണമെങ്കിൽ മാറ്റം വരാം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒന്നിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി വരുമെന്നാണ് പറയുന്നത് അല്ലെ. ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന JAT. അപ്പോൾ അങ്ങനെയുള്ള JAT സ്ഥാപിതമാകണമെന്നുണ്ടെങ്കിൽ ആ 2 സംസ്ഥാനത്തെയും ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ അവിടേക്ക് ഒരു ചെയർമാനെ നിയമിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ 323A എന്ന് പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മളിവിടെ പരാമർശിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പാർട്ട് 14A തന്നെ 323B എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിൾ കൂടി കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കുറിച്ചല്ല പറയണത്, അത് ഫോർമേഷൻ ഓഫ് അതർ ട്രൈബ്യൂണൽസ് എന്ന് പേരിട്ടുകൊണ്ടാണ് പറയണത്. അതായത് മറ്റ് ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനെ സഹായിക്കുന്ന ആർട്ടിക്കിളാണ് 323B എന്ന് പറയുന്നത് കേട്ടോ. 323B എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതർ ട്രൈബ്യൂണൽസ് എന്ന് പറയുമ്പോൾ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണൽസ് ആയിരിക്കാം? ഗവൺമെന്റ് സർവന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കില്ല, അതർ മാറ്റേഴ്സ് ആണ്. അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലാൻഡ് റവന്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പെടുന്നതാണ് ഈ പറയുന്ന 323B എന്ന് പറയുന്നത്. അപ്പോൾ ഈ 323Aയും 323Bയും തമ്മിൽ പൊതുവായിട്ട് ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കാം. 323A എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ നിയമനം, അവരുടെ സ്ഥലം മാറ്റം, അവരുടെ പ്രൊമോഷൻ, അവരുടെ ശമ്പള വർധനവ്, അവരുടെ മറ്റ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 323A എങ്കിൽ, ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മാറ്റേഴ്സ് അല്ലാത്ത ഒരു സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രൈബ്യൂണൽസ് ആണ് ഏതെന്ന് പറയുന്നത് 323B പ്രകാരം എന്ന് പറയുന്നത്. ഇനിയോ, ഈ പറയുന്ന ട്രൈബ്യൂണൽസ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 323A പ്രകാരം ഈ ട്രൈബ്യൂണൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ കേന്ദ്രങ്ങളിലും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ്, പാർലമെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. പാർലമെന്റ് ആണ് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതർ ട്രൈബ്യൂണൽസ് ആര് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അതർ ട്രൈബ്യൂണൽസ് കേന്ദ്രത്തിനും ക്രിയേറ്റ് ചെയ്യാം, അതാത് സംസ്ഥാനങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ രണ്ടുപേർക്കും റൈറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെയോ, ഇനി മൂന്നാമത്തെ കാര്യം നോക്കിയാൽ എന്തായിരിക്കാം? ഓൺലി വൺ. അതായത് ഈ പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയാൻ നേരത്ത് ഒന്ന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒന്ന്, ഇതാണ് അവിടുത്തെ കണക്ക്. എന്നാൽ ഈ പറയുന്ന അതർ ട്രൈബ്യൂണൽസ് എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കാം? ഒന്നൊന്നല്ല ഒരുപാടെണ്ണം വേണമെങ്കിലും ആവാം എന്ന ഒരു കണക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചുള്ള കാര്യമാണ് നമ്മളിപ്പോ നോക്കിയത്. ഇവിടെ നമ്മുടെ അക്കാഡമിയിൽ പ്രധാനപ്പെട്ട പല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. LSTDയുടെ മെയിൻസിന്റെ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ ക്ലാസ്സുകൾ, അതേപോലെ കേരള ബാങ്കിന്റെ മെയിൻസിന്റെ ക്ലാസ്സുകളായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതേപോലെ LDC പരീക്ഷ വിവിധ ജില്ലകളിൽ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള
ടെസ്റ്റ് പേപ്പർ സീരീസുകളും ഒക്കെ ഇവിടെ നടപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ അക്കാഡമിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ചോദ്യം എന്ന് പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചുള്ളതായിരുന്നു. ആ ചോദ്യത്തിനുള്ള ക്ലാസ് നമുക്ക് ഒരുവിധം ഭംഗിയായിട്ട് എടുക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ ഈ പറയുന്ന ജനറൽ നോളജ് മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കൂ പറയാമെന്ന സെഗ്മെന്റിനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.